ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ രണ്ട് നല്ല അടിപൊളി പെർഫ്യൂം ആയിട്ടാണ് എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് ലത്താഫ ഹംറ കഹ്വ, ഒന്ന് ലത്താഫ ഹംറ. ഇതിന്റെ പ്രസന്റേഷനൊക്കെ വരുന്ന നല്ല രസത്തിലാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇത്. പ്രസന്റേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പ്രസന്റേഷൻ വരുന്നതാണ്. നമ്മുടെ ബഡ്ജറ്റ് ടെറിട്ടറിയിലുള്ള പെർഫ്യൂംസിൽ ബഡ്ജറ്റ് ടെറിട്ടറിയിൽ ഒരു അഫോർഡബിൾ ടെറിട്ടറിയിൽ കിടക്കുന്ന പെർഫ്യൂമാണ് ലത്താഫ ഹംറ. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഇനി ഈ പെർഫ്യൂം ഭയങ്കര വൈഡ് സ്പ്രെഡ് പെർഫ്യൂമാണ്. ഇവിടെ ലത്താഫയുടെ ട്രേഡ് മാർക്ക് സാധനവും ഭയങ്കര ഫാസ്റ്റ് മൂവിങ് സാധനമാണ് ലത്താഫ ഹംറ. ഇത് നമ്മൾ ഇവിടെ ദുബായ് കൂടെ ഏത് കൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ലത്താഫ ഹംറയുടെ സ്മെല്ല് കിട്ടും. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇത് എങ്ങനെയും ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഇത് നമ്മളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്മെല്ലാണ് ലത്താഫ ഹംറ. അത്രയും പോപ്പുലറും പിന്നെ അസറിന്റെ സ്പൈസ്ഡ് ലത്താഫ ഹംറയുടെ ഇൻസ്പയർഡ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡ്യൂപ്പാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനൊക്കെ പോയിട്ട് ട്രയൽ ആക്കിയിട്ടുണ്ടായി. സോ ലത്താഫ ഹംറ ഈസ് സോ ഫേമസ്. ആൻഡ് ഇതിന്റെ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ വെച്ചിട്ടൊരു 10-10 പെർഫ്യൂമിൻ്റെ ആണ്. സോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആൻഡ് ഈ പെർഫ്യൂമിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി കൂടിയിട്ട് എൻ്റെ ലൈഫിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോസ് ക്ലോസ്ലി കാണുന്ന ആളുകൾക്ക് അറിയാം, അർമഫ് ഐക്കോണിക്കൽ ബോഡി ഷാനലിൻ്റെ ഒരു ക്ലോണാണ്. അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു ഉമ്ര കൂട്ടായ്മ, വയനാട് വെച്ചിട്ടൊരു ഉമ്ര കൂട്ടായ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഞാനന്ന് ബാംഗ്ലൂർ പണിയെടുക്കുകയാണ്, ഓഫീസാണ്. ഒരു ഉംറ കൂട്ടായ്മ, വീട്ടുകാരൊക്കെ ഉമ്രക്ക് പോയതിൻ്റെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ക്ഷണുണ്ടായി. ആ ഉംറ കൂട്ടായ്മ വെച്ച് നടക്കുന്നത് വയനാടാണ്. അപ്പോൾ അത് നടത്തുന്ന ഒരു എലൈറ്റ്, വയനാട്ടിലൊരു എലൈറ്റ് ഫാമിലിയാണ്, ഒരു തങ്ങന്മാരാണ്. തങ്ങന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡയറക്റ്റ് ലീനേജിൽ വരുന്ന ആൾക്കാർക്ക് തങ്ങന്മാരെന്ന് പറയാം. അപ്പോൾ അവരാണ് അതിൻ്റെ ഹോസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു ബ്രേക്ക് ആൻഡ് റൈഡ് എന്നുള്ള രൂപത്തിൽ തൃശ്ശൂരിൻ്റെ കൂടെ, തൃശ്ശൂരാണ്, വയനാടാണ് ഈ പരിപാടി, ഈ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് പരിപാടിയിൽ പങ്കെടുത്തു. ഞാൻ അവിടെ പോവല്ലേ എന്നുള്ള രൂപത്തിൽ തങ്ങന്മാരും ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പെർഫ്യൂമായിരുന്നു എൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ അടിച്ചുകൊണ്ടിരുന്ന പെർഫ്യൂമാണ് ലത്താഫ ഹംറ. അന്ന് കഹ്വ ഇറങ്ങിയിട്ടില്ല, 2 years ബിഫോർ ഐ ഗസ്. അങ്ങനെ ഇഫ് ഐ എം നോട്ട് റോങ് 2 കൊല്ലം മുന്നെയാണ് ആ പരിപാടി. അങ്ങനെ ഞാൻ ആ പരിപാടിക്ക് പോയി. ഈ ഇന്ത്യയിലുള്ള ഈ പെർഫ്യൂം ഞാൻ അവർക്ക് ഹദിയ ഗിഫ്റ്റ് ആക്കി കൊടുത്തു. പിന്നെ പരിപാടി അവിടെ തീർന്നു. പിന്നെ ഡൗൺ ദ ലൈൻ 2 കൊല്ലത്തിന് ശേഷം അവരുടെ ആ വലിയ തങ്ങളുടെ പേരക്കുട്ടിയാണ് എൻ്റെ വൈഫ്. അപ്പോൾ ഇങ്ങനെ ഒരു എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടും കൂടിയാണ് ലത്താഫ ഹംറ. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ കട്ടെ. പെർഫ്യൂം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് ഗോർമോൺ പെർഫ്യൂമാണ്. ആ ഒരു ടെറിട്ടറിയിൽ ഈ ഒരു പെർഫ്യൂം ഉപയോഗിച്ച ആൾക്കാർക്ക് പിന്നെ ഈ ഒരു ഇപ്പം എങ്ങനെ ഞാൻ പറയാം, സെർജോഫിന്റെ അർബാപൂരയിൽ ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, വെർസാഷി ഹീറോസ് ഒക്കെ അടിക്കുന്ന ആൾക്കാർക്ക് ഇനി നെക്സ്റ്റ് ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഒരു സെക്കൻഡ് ബൈ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ബൈ എന്നുള്ള രൂപത്തിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് സെർജോഫ് എർബാപുര. അതായത് നമ്മുടെ വെർസാഷി ഹീറോസ് അടിക്കുന്ന ആൾക്കാർക്ക് ഒരു നെക്സ്റ്റ് ബൈ എന്ന് പറഞ്ഞ പോലെയാണ് വെർസാഷി സെർജോഫ് എർബാപുര. കാരണം ആ ഒരു വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന പെർഫ്യൂമാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് ഇപ്പോൾ അർമാനി സ്ട്രോങ് ആണ് വിത്ത് യു, നിഷാനി അനി, അങ്ങനെ നിഷാനി അനി ആ പെർഫ്യൂം, ആ ഒരു പെർഫ്യൂം സ്വീറ്റ് ഗോർമോൺ പെർഫ്യൂംസിൽ മൻസരുടെ അമോർ കഫേ, അങ്ങനെ കുറേ പെർഫ്യൂമുകൾ സ്വീറ്റ് ഗോർമോൺ ടൈപ്പ് പെർഫ്യൂമുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മുകൾക്ക് ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്വീറ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ ഒരു പെർഫ്യൂം പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറാറൂഷൊക്കെയാണ് വരുന്നത്. മനസ്സിലായോ? ആ ഒരു ടെറിട്ടറിയിൽ, അതായത് ഒരു 2500 തൊട്ടിട്ട് ഒരു 10,000-15,000 20,000 രൂപ വരെ ആ ടെറിട്ടറിയിൽ ഈവനെ വെല്ലാൻ ഒരു പെർഫ്യൂം ഇല്ല, ഫ്രം വാട്ട് ഐ ഹാഡ് അണ്ടർസ്റ്റാൻഡ്. അതായത് ഞാൻ അത്രയും കുറേ സ്വീറ്റ് ഗോർമോൺ പെർഫ്യൂമുകൾ അടിച്ച് ഞാൻ എപ്പോഴും ഈ പെർഫ്യൂം എപ്പോഴും ഒരു പ്രീമിയത്തിലാണ് അതിന്റെ കിടപ്പ്. ഈ പെർഫ്യൂമിന് 2,500-3,000 രൂപയുടെ അടുത്താണ് നമ്മുടെ നാട്ടിലെ റേറ്റ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ദുബായിൽ, UAE ഇത്തിരി കൂടി ചീപ്പായിരിക്കും. കണ്ടമാനം ചാത്തനും ക്ലോണുകളും ഇറങ്ങുന്നുണ്ട്. റെപ്യൂട്ടറായിട്ട് സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇതിന്റെ
പ്രൈസിന് ഈ പെർഫ്യൂമിന്റെ സ്മെല്ലും ഇത് ഡിസൈനർ ലെവലിൽ നിന്നേ വിട്ട് ഈ സ്റ്റെപ്പിൽ ഇത് ഇൻസ്പിറേഷൻ പിടിച്ചിട്ടുള്ളത് നമ്മുടെ കിലിയന്റെ ഏഞ്ചൽ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ്. ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ആക്കിയിട്ടുണ്ട്. പക്ഷെ കിലിയന്റെ ഏഞ്ചൽ ഷെയറിൽ ഇതിൽ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ, ഡിറ്റോ ഡിറ്റോ ഒന്നും പറയാൻ പറ്റില്ല. വ്യത്യാസമുണ്ട്. കണ്ടമാനം ഒരു 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 50% 60% മാത്രമേ ഉള്ളൂ ഇത് അതിന്റെ ഒരു ഡയമെൻഷൻ പിടിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറെ വ്യത്യാസത്തിലാണ് പോണത്. പെർഫ്യൂം എന്താന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കുറെ ഒന്നും കൂടുതൽ പറയുന്നില്ല. നമ്മുടെ വെനില ഐസ്ക്രീമിൽ ഒരു ഷുഗർ ലൈൻ, ഈ ഷുഗർ ലൈനിൽ നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ അതിൽ കണ്ടമാനം ഏലക്കായ, കാഡ്മൺ, പിന്നെ കുറച്ച് സ്പൈസസ്, ഗ്രാമ്പൂ, കറാമ്പട്ട, കുറച്ച് സ്മോക്കിനെസ്സിന് മുടി, ഒത്തിരി ഡാർക്ക്നെസ്സും മിസ്റ്റർനെസ്സിനും വേണ്ടിയിട്ട് കുറച്ച് വുഡ് ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ചൂടാക്കി കത്തിച്ചിട്ട് ഈ വനില ഐസ്ക്രീമിക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതും ഇങ്ങനെ ഒരുക്കി കഴിഞ്ഞാൽ എന്ത് സ്മെല്ലാവും നമുക്ക് കിട്ടുക? അതാണ് വെനിലിക് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഗോർമ. നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കഴിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ഒരു സുഗന്ധമാണ് ലത്താഫ ഹംറ. ആൻഡ് ഈ പെർഫ്യൂം ഒരു സെപ്പറേറ്റ് ടെറിട്ടറിയിൽ നിൽക്കുന്ന പെർഫ്യൂം ആട്ടോ. അതായത് ഫ്രഷ് അല്ല, ഇന്ന ഡാർക്ക് അല്ല, സ്വീറ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സ്വീറ്റ് അല്ല. പക്ഷെ എന്നാൽ ഗോർമോണ്ടിഷ്, ഓൾ ഒക്കേഷൻ, ഉച്ചക്ക് അടിക്കുക, പകലടിക്കുക, രാത്രി അടിക്കുക, എപ്പോഴാണെങ്കിലും അടിക്കുക, ഈവനിങ് ഫംഗ്ഷൻ അടിക്കാം. പക്ഷെ ദുബായില് ഇങ്ങളിത് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് അറിയത് ലത്താഫ ഹംറയാണെന്നുള്ളത്. മനസ്സിലായോ? ഇങ്ങക്കൊരു ഡിസ്റ്റിങ്ഷോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നാട്ടിലൊന്നും ഇത് അത്ര വൈഡ് സ്പ്രെഡ് പോപ്പുലർ ആയിട്ടില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ എല്ലാവരും ഇത് ഭയങ്കര അഫോർഡബിൾ കിങ് ആണ്, ബഡ്ജറ്റ് കിങ് ആണ് ഈ പെർഫ്യൂം. നിങ്ങള് അപ്പൊ ആ ഒരു രൂപത്തിൽ, ആ ഒരു ടെറിട്ടറിയിൽ, ഇതിന്റെ റലം ഉണ്ട്. ആ ഒരു സ്വീറ്റ് പെർഫ്യൂമിന്റെ ആ ഒരു ടെറിട്ടറിയിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു ഒപ്പോണന്റ് ഇതിന്റെ മുകളിലും ഇതിന്റെ താഴെയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. കാരണം ലാസ്റ്റിംഗ് ഉണ്ട് അത്യാവശ്യം. ഒരു 4-5 മണിക്കൂർ തന്നെ ഭയങ്കര നല്ല സെൻ ക്ലൗഡ്. ഇതിങ്ങനെ ഞാൻ ദുബായിലെ എല്ലാ കോറിഡോറിലും എല്ലാ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഈ സ്മെല്ല് ഇങ്ങനെ എവിടുന്നേലൊക്കെ നമുക്ക് അടിച്ചു വീശും. അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇതിന്റെ സിലേജും ഇതിന്റെ പെർഫോമൻസും ഇത് വൈഡ് സ്പ്രെഡ് എയറിനെ കട്ട് ചെയ്തിട്ട് ഈ പെർഫ്യൂം നന്നായിട്ട് ആളുകളുടെ നല്ല സെൻട്രയിലും സെൻക്ലൗഡും സിലേജും പെർഫ്യൂമുണ്ട്. മോർ ദാൻ ആവറേജ് ഒരു എക്സലന്റ്, ഒരു 10 out of 10 പെർഫ്യൂമാണ് ലത്താഫ ഹംറ. സ്വീറ്റ്, വെനിലിക്, കാഡ്മൺ, കുറച്ച് അണ്ടർടോൺ കൂടെ, ഡാർക്ക്നെസ് കൂടെ, ഒരു മിസ്റ്ററിനെസ് ആയിട്ട് ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലേഫുൾനെസ് കുറച്ചിട്ട് കുറച്ച് സ്റ്റാൻഡേർഡും സ്ട്രക്ചേർഡും ആക്കാൻ വേണ്ടിയിട്ട് അടി കൂടെ കുറച്ച് ഡാർക്ക് തീമിൽ ഒരു വുഡി നോട്ടും ഒരു സ്മോക്കി നോട്ടും പോകുന്നുണ്ട്. അതാണ് ലത്താഫ ഹംറ. ആൻഡ് ഫോർ ദി പ്രൈസ് ദിസ് ഇസ് ദ ബെസ്റ്റ് പെർഫ്യൂം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പെർഫ്യൂമാണ്. നല്ല ലാസ്റ്റിംഗ് പ്രൊജക്ഷനും ഉണ്ട്. ബ്ലൈൻഡ് ബൈ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു ടെറിട്ടറിയിൽ ഇട്ടാ. ഞാൻ അടുത്തത് ലത്താഫ ഹംറ കഹ്വ. ഞാൻ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ പേരും ഇവന്റെ ഗ്ലാസും ബോട്ടിലും വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഇറക്കിയ പേരിലാണ് ഇതിനൊരു പ്രചാരണം കിട്ടിയെന്ന് പറയാം. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് വേറെ ഏതെങ്കിലും പെർഫ്യൂമായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ ഇത് പാളി ഫ്ലോപ്പായി ഉണ്ടാവുമായിരുന്നു. ലത്താഫയുടെ ആ ഒരു ഹിസ്റ്റോറിക് ആ ഒരു ഇമോഷൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ട് ലത്താഫയുടെ ആ ഒരു പോപ്പുലാരിറ്റിനെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഇറക്കിയതാണ് തോന്നുന്നു കഹ്വ. ഇത് കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഇത് ഇസ് നോവർ നിയർ ടു ലത്താഫ ഹംറ. ഇതൊരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയില്ല. ലത്താഫ ഹംറ ഇസ് ഹംറ. ഇറ്റ്സ് ഐക്കോണിക് ആൻഡ് ഇത് ഫേമസ് ആയതിനൊരു കാരണമുണ്ട്. ബഡ്ജറ്റാണ് ആൻഡ് ദ സ്മെൽ ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഇത് സെയിൽസ് സ്ട്രാറ്റജി ആയിരിക്കും. ഇതിന്റെ ഒരു സ്മെല്ലും ഇങ്ങനെ ബോട്ടിൽ വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്, എഴുത്തും വ്യത്യാസമുണ്ട്. ഇതിന്റെ ഇൻസ്പയർഡ് ആണ്. ഇതിന്റെ ഒരു 50% ഡയമെൻഷൻ ഇതിലുണ്ട്. പക്ഷെ ഇതില് കുറച്ചും കൂടി
കോഫി നോട്ടും ചോക്ലേറ്റ് നോട്ടും ആഡ് ആക്കിയിട്ടുണ്ട്. ഒരു നമ്മൾ ലത്താഫ ഹമ്രടയിലെ ഒരു നെക്സ്റ്റ് ബെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഇത് കിടക്കൂലേ. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുള്ള വാങ്ങിക്കാന്നല്ലാണ്ട് ഇതങ്ങനെ ഇതുക്കും അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ പിറ്റിടാട്ടാ ഇതിന്റെ ഇടയിൽ. രാവിലെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. പിന്നെ This one is very beautiful. Very beautiful smell, brother. Very fresh, very sweet smell. MashaAllah. It's coffee. It's very coffee. That's why I like coffee. You know, I like coffee and I like coffee smell. Okay. Oh. ഷാഹിദും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൊലീഗ് അവനെ അടിച്ചു നോക്കി. ഇത് അവർക്ക് രണ്ടാർക്കും ഇത് ഇഷ്ടമായി. പക്ഷെ സ്റ്റിൽ ഞാൻ എൻ്റെ വെർഡിക്റ്റ് അത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ വീഡിയോ വിട്ട് ഇതിൽ കാണിക്കാം. അപ്പോൾ കോഫിനോട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ പെർഫ്യൂം അടിപൊളിയാണ്. ഈ പെർഫ്യൂം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ് കാഡ്മണ്ട്, വാനില ഉണ്ട്, പക്ഷെ ഒക്കെ ടോൺ ഡൗൺ ആണ്. ഓപ്പണിങ് ചോക്ലേറ്റി കോഫിയുടെ ആ ഒരു നോട്ട് ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു താല്പര്യം തോന്നിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ഒരു പ്രൊജക്ഷനും ഞാൻ നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. റിവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ കൈപ്പിടിച്ചു എന്ന് മാത്രം. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദിസ് വൺ. ഇത് വെർത്ത് പെർഫ്യൂമാണ്. ആൻഡ് ദ സ്മെൽ ഈസ് സൂപ്പർ. ഏത് ഒക്കേഷനും എങ്ങനെ വേണമെങ്കിലും അടിച്ചു പൊളിച്ചടിക്കുക. ഞാൻ കുറേ മൂമെന്റ്സ് ഈ പെർഫ്യൂമിനുണ്ട്. ആൻഡ് നിങ്ങൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാൽ ഒന്നും നോക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.